മുടി വല്ലാതെ പൊഴിഞ്ഞു പോയി ഒട്ടും കട്ടിയില്ലാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ചൂട് കാലത്തും അതുപോലെ ഒത്തിരി തണുപ്പ് കാലത്തൊക്കെ. അപ്പോൾ പെട്ടെന്ന് മുടി പൊഴിച്ചിൽ നിൽക്കാനുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 തണ്ട് അലോവേര എടുത്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ജെല്ലാണ് എടുക്കേണ്ടത് കേട്ടോ. ജെല്ല് എടുക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും മിക്സിയിലൊന്നും ഇടരുത്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ജെല്ല് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. എൻ്റെ മുടി നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ടുണ്ടാവും, ഹെന്നയൊക്കെ ഇടുമ്പോഴൊക്കെ നന്നായിട്ട് ആദ്യമുള്ള മുടിയൊന്നുമല്ല ഇപ്പോൾ, നല്ലോണം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അലോവേര ജെല്ല് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊക്കെ എടുത്താൽ മതി. ഒത്തിരി ഇങ്ങനെ കട്ടിയിലല്ലാതെ അതിൻ്റെ ജെല്ല് മാത്രം ഇങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ തന്നെ എടുക്കണേ. അപ്പോൾ ഈ അലോവേര മുറിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10-15 മിനിറ്റ് വരെ ഒന്നിങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു കറയുണ്ട് പോവാൻ, അതിന് വേണ്ടി. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മളിത് 2 തണ്ട് എടുത്തിട്ട് അതിൻ്റെ 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാനിത് 4 ഭാഗം ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ആവശ്യം. ഇതിപ്പോൾ നല്ല ജെല്ലാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ഒരു രീതിയിൽ. നമ്മൾ തല കഴുകാനും മുഖത്തൊക്കെ ഐസ് ക്യൂബ് ഉണ്ടാക്കാനൊക്കെ. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, ഈ ജെല്ലിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. ഇതിങ്ങനെ ഈ ഒരു ജെൽ ഫോമിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് ഒരു 1.5 സ്പൂൺ മുതൽ 2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് അലോവേര ജെല്ലിനൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കണേ. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഫ്ലാക്സ് സീഡിൻ്റെയും കൂടി ആ ഒരു ജെല്ല് കുറച്ചും കൂടി ഒരു കട്ടിയിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു കടായിലേക്ക് മാറ്റുവാണേ. അപ്പോൾ അത് നല്ല ജെൽ ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക്. നല്ല ജെല്ലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ നമുക്ക് അരിച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. മുഖത്തും അതുപോലെ തന്നെ തലയിലൊക്കെ തേക്കാൻ. ഇതിപ്പോൾ ഞാൻ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമുക്ക് കിട്ടും. അതിനാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത്. ഒന്ന് തിളച്ച് വരണം. ഒരിക്കലും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിടരുത്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവും അലോവേര ജെല്ല്. പക്ഷേ നമ്മൾ ഫ്ലാക്സ് സീഡ് ഇട്ടതുകൊണ്ട് തന്നെ അത് കുറച്ച് ഇങ്ങനെ നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒരു 1/4 ലിറ്ററോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 2 മാസത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു 3 ഐറ്റം മാത്രം മതി നമുക്ക് ഈ മുടി പൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾക്ക് മുഖത്തും തേക്കാം, നമ്മൾ ബോഡി മസാജ് ചെയ്യാനെടുക്കാം, തലയിൽ നമുക്ക് തേക്കാം കേട്ടോ. ഈ തലയിൽ എപ്പോഴും തേക്കുന്ന പോലെ തേക്കരുത്, ഇത് നൈറ്റിലാണ് തേക്കേണ്ടത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ജെല്ലെല്ലാം നന്നായിട്ട് വറ്റി വരണം കേട്ടോ. ഇതിൻ്റെ അലോവേരയിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതുവരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഒരുപാട് ഇങ്ങനെ നമ്മൾ സാധാരണ എണ്ണ കാച്ചുന്ന പോലെ ഡ്രൈ ആയി വരരുത്. ഇതിൻ്റെ ഈ വെളിച്ചെണ്ണയുടെ കളറ് മാറരുത്. എന്നാൽ ജെല്ലൊക്കെ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, വെളിച്ചെണ്ണ പോലെ തന്നെയാണ് ഇരിക്കുക. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇത്രയും വേണ്ടുള്ളൂ. ഇനി നമുക്ക് ചൂടാറാൻ വെക്കണം. ഞാനിവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ജെല്ലൊന്നും നമ്മൾ കാണുന്നില്ല. ജെല്ലൊക്കെ ഇതിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഫ്ലാക്സ് സീഡിൻ്റെ സീഡ് എടുക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലയിൽ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഇത് 1, 2, 3 ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു അസുഖം വരില്ല കേട്ടോ. അത് ഞാൻ മക്കൾക്കും ചെയ്ത് കൊടുക്കുന്നത് ഞാനും ചെയ്യാറുണ്ട്. നല്ല ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഒട്ടും പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ്. ഇത് ഫേസിലും നമ്മൾക്ക് തേക്കാം. ഇത് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ എടുക്കാറുണ്ട്. നമ്മൾക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ നല്ലതാണ്. അപ്പം ഈ ഈ ഒരു ഓയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ല എഫക്റ്റീവാണ് കേട്ടോ ഉണ്ടാവുക. നല്ലൊരു ഒരു ചേഞ്ച് തന്നെ ഉണ്ടാകും. ഞാനിതെപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൂടുമ്പോൾ തലയിലിങ്ങനെ 1 2 3 ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നല്ലോണം ചീകി മുടി കെട്ടി വെച്ചിട്ട് എടുക്കാറ്. അപ്പോൾ ഇത് പിറ്റേ ദിവസം ഇത് കഴുകി കളയാറുണ്ട്. ഷാമ്പൂ ഒന്നും തേക്കരുത്. ഇത് ഞാൻ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയത്. അത് ഞാൻ മുഖത്ത് തേക്കും, അതുപോലെ തന്നെ തലയിലും തേക്കാറുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് കിട്ടുക കേട്ടോ. അത്ര സിമ്പിളാണ്. അത് തലയിൽ തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയ ഉടനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ ഇതിങ്ങനെയാണെന്നുള്ളത്. ഞാനിത് മക്കൾക്കും തേച്ച് കൊടുക്കാറുണ്ട്. തലയിൽ നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 99% തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറും കേട്ടോ. അത്രയും നല്ല എഫക്റ്റീവ്. അധികം ഐറ്റംസ് ഒന്നുമില്ല. എൻ്റെ മുടി കൊഴിച്ചിൽ ഇത്ര മുടി കൊഴിഞ്ഞിട്ട് എൻ്റെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുത്ത ഒരു നല്ലൊരു എണ്ണയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.